പാലക്കാട് ജില്ലയിലെ തേൻകുറിശി എന്ന കൊച്ചുഗ്രാമം പച്ചപ്പും പ്രശാന്തതയും നിറഞ്ഞ ഒരു ഭൂമിയായിരുന്നു. ഇവിടെയാണ് ലക്ഷ്മിയമ്മ എന്ന വിധവയും അവരുടെ ഏകമകനായ അർജുനും താമസിച്ചിരുന്നത്. ഭർത്താവിന്റെ വേർപാട് ലക്ഷ്മിയമ്മയുടെ ജീവിതത്തിൽ വലിയൊരു ശൂന്യത സൃഷ്ടിച്ചെങ്കിലും അർജുന്റെ പുഞ്ചിരി മാത്രമായിരുന്നു ആ അമ്മയുടെ ഏക പ്രതീക്ഷ. മകനെ നന്നായി വളർത്തണം, നല്ല വിദ്യാഭ്യാസം നൽകണം, അവനെ സമൂഹത്തിൽ മാന്യമായ ഒരിടത്തെത്തിക്കണം. ഈയൊരു സ്വപ്നം മാത്രമായിരുന്നു അവരുടെ ഊർജം. അർജുൻ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ ലക്ഷ്മിയമ്മ കഠിനാധ്വാനം ചെയ്തു തുടങ്ങി. ഗ്രാമത്തിലെ സമ്പന്നരുടെ വീടുകളിൽ പാത്രം കഴുകിയും തുണികൾ തുന്നിയും നെൽകൃഷിക്ക് കൂലിവേല ചെയ്തും അവർ ജീവിച്ചു. വെയിലിലും മഴയിലും അവർ തളർന്നില്ല. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് പഴയ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിച്ച് അവർ സമ്പാദിച്ച ഓരോ നാണയവും അർജുന്റെ വിദ്യാഭ്യാസത്തിനായി മാറ്റിവെച്ചു. മകനുവേണ്ടിയുള്ള ഈ ത്യാഗത്തെക്കുറിച്ച് ഗ്രാമത്തിലെ ഓരോരുത്തർക്കും അറിയാമായിരുന്നു. ലക്ഷ്മിയമ്മ അവർക്കെല്ലാം മാതൃകയായിരുന്നു, ക്ഷമയുടെയും സ്നേഹത്തിന്റെയും പര്യായം. അർജുന്റെ യൂണിഫോം കീറാതെ നോക്കാനും അവൻ ആവശ്യമായ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കാനും അവർ എല്ലാ കഷ്ടപ്പാടുകളും സസന്തോഷം സഹിച്ചു. ഓരോ വർഷവും അർജുൻ ക്ലാസ്സിൽ ഒന്നാമതാകുമ്പോൾ തന്റെ കഷ്ടപ്പാടുകൾക്ക് ഫലം കണ്ടതിൽ ആ അമ്മ അഭിമാനം കൊണ്ടു. അങ്ങനെ വർഷങ്ങൾ ഓരോന്നായി കടന്നുപോയി. അർജുൻ മികച്ച വിജയം നേടി നഗരത്തിലെ ഒരു പ്രശസ്തമായ കോളേജിൽ പ്രവേശനം നേടി. ഹോസ്റ്റലിൽ താമസിച്ചാണ് അവൻ പഠനം തുടർന്നത്. നഗരത്തിലെ തിരക്കുകളും ആഡംബര ജീവിത രീതികളും പുതിയ സൗഹൃദങ്ങളും അർജുനെ പതിയെ മാറ്റിത്തുടങ്ങി. താൻ വരുന്ന തേൻകുറിശി ഗ്രാമത്തെയും പഴകി ദ്രവിച്ച വീടിനെയും പഴയ വേഷം ധരിക്കുന്ന അമ്മയെയും അവൻ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനമായി കാണാൻ തുടങ്ങി. അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവന്റെ ശബ്ദം താഴ്ന്നു. ലക്ഷ്മിയമ്മയാകട്ടെ മകന്റെ ഓരോ അവധിക്കായി കാത്തിരുന്നു. അവൻ വരുമ്പോൾ വീട് വൃത്തിയാക്കി അവൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ പാകം ചെയ്തു കൊടുത്തു. അർജുൻ നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ പടിവാതിൽക്കൽ കണ്ണുനട്ട് ആ അമ്മ മണിക്കൂറുകളോളം നിൽക്കുമായിരുന്നു. അവരുടെ ഏക ആഗ്രഹം മകന്റെ പഠനം കഴിഞ്ഞ് നാട്ടിലെത്തി അവനൊരു ജോലി നേടി നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് തന്റെ അരികിൽ സമാധാനത്തോടെ ജീവിക്കണം എന്നതായിരുന്നു. മകന്റെ ഭാഗത്തുനിന്നുണ്ടായ മാറ്റം ആ അമ്മ ശ്രദ്ധിച്ചുവെങ്കിലും അത് നഗരത്തിലെ തിരക്കുകൾ കൊണ്ടാണെന്ന് കരുതി സ്വയം ആശ്വസിച്ചു. ആ അവധിക്കാലം ലക്ഷ്മിയമ്മയെ സംബന്ധിച്ച് പ്രതീക്ഷയുടെ പൂക്കാലമായിരുന്നു. തന്റെ ഏക മകൻ സ്വന്തം വീട്ടിൽ തന്റെ അടുത്ത് ഭക്ഷണം കഴിക്കുന്നു, സംസാരിക്കുന്നു. കഷ്ടപ്പെട്ട് നേടിയ വിദ്യാഭ്യാസം അവനെ തികഞ്ഞ ഒരു മനുഷ്യനാക്കി മാറ്റും എന്നും അവർ വിശ്വസിച്ചു. മകനുവേണ്ടി അവർ മനസ്സിൽ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള സമയമിതാണെന്ന് അവർ ഉറപ്പിച്ചു. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായ അന്തരീക്ഷത്തിൽ അർജുൻ വിശ്രമിക്കുമ്പോൾ ലക്ഷ്മിയമ്മ ധൈര്യം സംഭരിച്ച് മനസ്സിൽ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു. അടുത്തിരുന്ന് അവന്റെ തലമുടിയിൽ സ്നേഹത്തോടെ തലോടി, "മോനെ, നിനക്കിപ്പോൾ നല്ല പ്രായമായി. പഠനമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു വിവാഹം കഴിക്കണ്ടേ? ഇനി അമ്മയ്ക്കൊരു പേരക്കുട്ടിയെ കൂടെ കണ്ട് സന്തോഷത്തോടെ ഇരിക്കണം" എന്നിവർ മൃദുവായി സംസാരിച്ചു. അർജുൻ തലയുയർത്തി നോക്കിയെങ്കിലും മറുപടി പറയാതെ മൗനം പാലിച്ചു. "അമ്മയ്ക്ക് നിനക്കുവേണ്ടി ഒരു കുട്ടിയെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ അയൽപ്പക്കത്തെ ഗീതയെ ഓർമ്മയില്ലേ? അവൾ നല്ല കുട്ടിയാണ്. ഈ നാടിന്റെ സംസ്കാരവും സ്നേഹവുമുള്ളവളാണ്. അമ്മയ്ക്ക് അവൾ ഒരു മകളെപ്പോലെയാണ്. അവൾ നിനക്ക് നല്ലൊരു കൂട്ടായിരിക്കും. ഈ വീടിന്റെ ഒരു ഐശ്വര്യമായിരിക്കും." ആ വാക്കുകൾ ലക്ഷ്മിയമ്മ പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ അർജുന്റെ മുഖത്ത് കടുത്ത ദേഷ്യത്തിന്റെയും പുച്ഛത്തിന്റെയും ഭാവം നിഴലിച്ചു. നഗരത്തിലെ ജീവിതം അവനെ പഠിപ്പിച്ച ഗർവം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. "നിങ്ങൾ എന്താണ് അമ്മേ ഈ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾക്കറിയാമോ? ഞാനൊരു വലിയ IT കമ്പനിയിൽ ജോലി നേടാൻ പോകുന്നയാളാണ്. ഹൈടെക് നഗരത്തിൽ ജീവിക്കുന്നവനാണ്. ആ നിലവാരത്തിൽ നിൽക്കുന്ന ഞാൻ ഈ ഗ്രാമീണ നാട്ടിൻപുറത്ത് വിദ്യാഭ്യാസമില്ലാത്ത പഴയ രീതിയിൽ മാത്രം ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ എങ്ങനെ വിവാഹം ചെയ്യാനാണ്?" അവന്റെ വാക്കുകൾ ലക്ഷ്മി അമ്മയുടെ ഹൃദയത്തിൽ തറച്ചുകയറി. "മോനെ, വിദ്യാഭ്യാസമില്ലെങ്കിലെന്താ? നല്ല സ്വഭാവവും സ്നേഹവുമല്ലേ ഒരു കുടുംബത്തിനു വേണ്ടത്? ഈ നാട്ടിൻപുറം നിന്നെ മോശമാക്കുമോ മോനെ? ഈ വീടും ഈ നാടുമല്ലേ നിനക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നേടാൻ താങ്ങും തണലുമായിരുന്നത്?" വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവർ ചോദിച്ചു. "നിങ്ങൾ വെറും പഴയ ചിന്താഗതിയുള്ളവരാണ്. ഈ നാടും ഇവിടുത്തെ ആളുകളും എന്റെ സ്റ്റാറ്റസിന് ചേരുന്നതല്ല. ഞാൻ നഗരത്തിൽ കണ്ടുമുട്ടിയ എന്റെ നിലവാരത്തിനനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ മാത്രമേ വിവാഹം ചെയ്യൂ. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഈ ഗ്രാമീണരെ പോലെ ജീവിക്കാൻ എന്നെ കിട്ടില്ല. ദയവായി ഈ വിഷയത്തെക്കുറിച്ച് ഇനി ഒരക്ഷരം എന്നോട് സംസാരിക്കരുത്." ഇത്രയും പറഞ്ഞു അർജുൻ ദേഷ്യത്തോടെ തന്റെ ബാഗെടുത്ത് മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ആ വാക്കുകളുടെ ചൂടിൽ ലക്ഷ്മിയമ്മ തളർന്നുപോയി. നെഞ്ചിൽ കൈവച്ച് അവർ വിതുമ്പി. തന്റെ മകന്റെ വായിൽ നിന്ന് തനിക്കെതിരെ ഇത്രയും ക്രൂരമായ വാക്കുകൾ കേൾക്കേണ്ടി വരുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. വിദ്യാഭ്യാസം മനുഷ്യന് വിനയവും സ്നേഹവുമാണ് നൽകേണ്ടത്, എന്നാൽ അതെന്റെ മകന് ഗർവവും അഹങ്കാരവുമാണ് നൽകിയത് എന്നവർ തിരിച്ചറിഞ്ഞു. ആ രാത്രി അവർ ഭക്ഷണം കഴിച്ചില്ല, ഉറങ്ങിയില്ല.
പകരം കട്ടിലിലിരുന്ന് വിതുമ്പിക്കൊണ്ടവർ ഈശ്വരനോട് പ്രാർത്ഥിച്ചു, എന്റെ മോന് നല്ല ബുദ്ധി കൊടുക്കണേ നാഥ. തലേന്ന് രാത്രി മകൻ പറഞ്ഞ വാക്കുകളുടെ തീവ്രതയിൽ നീറി ഉറക്കമില്ലാതെ പ്രാർത്ഥിച്ചാണ് ലക്ഷ്മിയമ്മ ആ പ്രഭാതം കഴിച്ചുകൂട്ടിയത്. അർജുന്റെ ദേഷ്യം മാറുമ്പോൾ അവൻ തിരികെ വരും എന്നവർ പ്രതീക്ഷിച്ചു. അടുക്കളയിലെ ജോലികൾക്കിടയിൽ ഓരോ നിമിഷവും അവർ വാതിലിലേക്ക് നോക്കി. ഏകദേശം സൂര്യൻ ഉച്ചയിലെത്തിയ നേരത്ത് പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ വാതിലിൽ ഒരു മുട്ടുകേട്ടു. ലക്ഷ്മിയമ്മയുടെ ഹൃദയം പെരുമ്പര കൊട്ടാൻ തുടങ്ങി. ഒരു നിമിഷം പോലും വൈകാതെ തന്റെ മുഷിഞ്ഞ സാരി തലയിലൂടെ നേരെയിട്ട് വിറയ്ക്കുന്ന കൈകളോടെ അവർ വാതിൽ തുറന്നു. അവിടെ അർജുൻ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ തനിച്ചായിരുന്നില്ല. അർജുന്റെ തോളോട് തോൾ ചേർന്ന് തിളക്കമുള്ള വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് ആധുനിക ഫാഷനിൽ മുങ്ങിക്കുളിച്ച ഒരു യുവതി നിന്നു. അവളുടെ കണ്ണുകളിൽ ഗ്രാമീണ ലാളിത്യത്തിന്റെ ഒരു ലാഞ്ചനവും പോലും ഉണ്ടായിരുന്നില്ല. പകരം തികഞ്ഞ ആഡംബരത്തിന്റെ തിളക്കമായിരുന്നു. ലക്ഷ്മി അമ്മയെ കണ്ടപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അർജുൻ തലേന്നത്തെ ദേഷ്യമോ അമ്മയോടുള്ള ബഹുമാനമോ ഇല്ലാതെ, യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പറഞ്ഞു, അമ്മേ, ഇത് പ്രിയ. ഞങ്ങൾ നഗരത്തിൽ വെച്ച് വിവാഹിതരായി. ഇന്നുമുതൽ ഇവൾ നിങ്ങളുടെ മരുമകളാണ്. ലക്ഷ്മി അമ്മയ്ക്ക് ഒരു നിമിഷം ശ്വാസം നിലച്ചതുപോലെ തോന്നി. അവരുടെ ലോകം കറങ്ങുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. മകനുവേണ്ടി അവർ കണ്ട സ്വപ്നങ്ങൾ, ഗീതയെക്കുറിച്ചുള്ള അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം ഒരു കൊടുങ്കാറ്റിൽ തകർന്ന ഓലമേഞ്ഞ കൂര പോലെ ചിന്നിച്ചിതറി. ഒരു വാക്കുപോലും പുറത്തുവരാതെ അവർ കണ്ണീരോടെ നിന്നു. മകന് ഒരു കത്തെങ്കിലും എഴുതാമായിരുന്നില്ലേ? തന്റെ ഇഷ്ടം ഒരല്പമെങ്കിലും പരിഗണിക്കാമായിരുന്നില്ലേ? ഈ ചിന്തകൾ ആ അമ്മയുടെ മനസ്സിനെ വേട്ടയാടി. എന്നാൽ ആ നിമിഷം അവരൊരു സത്യം തിരിച്ചറിഞ്ഞു. എത്ര ദുഃഖം വന്നാലും മകന്റെ സന്തോഷമാണ് ഒരമ്മയ്ക്ക് പ്രധാനം. തകർന്ന ഹൃദയത്തെ ഒരു ഇരുമ്പ് പെട്ടിയിൽ അടച്ചുവെച്ച് അവർ ചുണ്ടിലൊരു കൃത്രിമ ചിരി വരുത്തി പ്രിയയെ വീട്ടിലേക്ക് സ്വീകരിച്ചു. മോളെ, അകത്തേക്ക് വരൂ, വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവർ പറഞ്ഞു. പ്രിയ ആ പഴയ മൺവീടിന്റെ പടിചവിട്ടി കയറിയത് തികഞ്ഞ അവജ്ഞതയോടെയായിരുന്നു. മുഷിഞ്ഞ തറയും പഴക്കം ചെന്ന ഉപകരണങ്ങളും എല്ലാറ്റിനുമുപരി പഴയ വേഷം ധരിച്ച അമ്മായിയമ്മ എന്ന അമ്മായിയമ്മയും അവളുടെ മനസ്സിൽ വെറുപ്പ് മാത്രമാണ് ഉണ്ടാക്കിയത്. ലക്ഷ്മിയമ്മ മരുമകൾക്ക് വേണ്ടി ഏറ്റവും നല്ല മുറി വൃത്തിയാക്കി നൽകി. പ്രിയയ്ക്ക് വീട്ടിലെ കാര്യങ്ങളിലോ അടുക്കളയിലോ അമ്മായിയമ്മയുടെ കഷ്ടപ്പാടിലോ ഒട്ടും താൽപ്പര്യമുണ്ടായിരുന്നില്ല. ഒരു ദിവസം മുഴുവൻ അവൾ വില കൂടിയ മൊബൈൽ ഫോണിൽ കൂട്ടുകാരുമായി സംസാരിച്ചും സോഷ്യൽ മീഡിയയിൽ പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചുമാണ് സമയം കളഞ്ഞത്. ലക്ഷ്മിയമ്മയുടെ പഴയ വസ്ത്രധാരണത്തെയും അവരുടെ ലാളിത്യമുള്ള ജീവിത രീതികളെയും അവൾ തമാശയായി കണ്ട് കൂട്ടുകാർക്ക് മെസ്സേജ് അയച്ചു. ലക്ഷ്മിയമ്മ എല്ലാം കണ്ടും കേട്ടും മൗനം പാലിച്ചു. അർജുന്റെ ഇഷ്ടമാണ് വലുത്. അവൾ പുതിയ ജീവിതത്തിലേക്ക് വന്നതല്ലേ, പതിയെ എല്ലാം ശരിയാകും എന്ന് ആശ്വസിച്ച് അവർ തന്നെ എല്ലാ ജോലികളും തുടർന്നു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവർ വീട് വൃത്തിയാക്കും, അടുക്കളയിൽ ജോലി ചെയ്യും. സ്വന്തം മകനു വേണ്ടി ത്യാഗം ചെയ്തതുപോലെ മരുമകൾക്ക് വേണ്ടിയും അവർ ഒരു പരാതിയും കൂടാതെ എല്ലാം ചെയ്യാൻ തയ്യാറായിരുന്നു. എന്നാൽ പ്രിയയുടെ കണ്ണിൽ ഇതൊന്നും കണ്ടില്ല. ലക്ഷ്മിയമ്മയുടെ സ്നേഹം അവൾക്ക് വെറും ദൗർബല്യമായിരുന്നു. അർജുനാകട്ടെ നഗരത്തിലെ ജീവിതത്തിന്റെ തിരക്കുകളിൽ മയങ്ങി അമ്മയെ ശ്രദ്ധിക്കാതെ പ്രിയയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമായി ശ്രദ്ധിച്ചു. ആ വീട്ടിന്റെ അകത്തളങ്ങളിൽ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പഴയ മണം പതിയെ മാഞ്ഞു തുടങ്ങി. അവിടെ സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും കടുപ്പേറിയ ഗന്ധം നിറഞ്ഞു. വീട്ടിൽ പ്രിയ എത്തിയതോടെ അന്തരീക്ഷം പൂർണ്ണമായും മാറിമറിഞ്ഞിരുന്നു. ലക്ഷ്മിയമ്മയുടെ കഷ്ടപ്പാടുകൾക്ക് യാതൊരു കുറവുമില്ലാതെ തുടർന്നു. അവർ ക്ഷമയുടെ മൂർത്തിഭാവമായി മരുമകൾക്കു വേണ്ടി കാത്തിരുന്നു. പുതിയ ജീവിതമായി പൊരുത്തപ്പെടാൻ അവൾക്ക് സമയം നൽകാമെന്ന് അവരാശ്വസിച്ചു. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവർ തനിച്ചാണ് വീടിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തത്. നിലം തുടയ്ക്കുക, പാത്രങ്ങൾ കഴുകുക, അർജുനു വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുക, എല്ലാ ജോലികളും ആ വൃദ്ധകരങ്ങൾ കൊണ്ട് ചെയ്തു തീർത്തു. പ്രിയയാകട്ടെ പകൽ മുഴുവൻ മൊബൈലിൽ തലകുനിച്ചിരിക്കും. ഉച്ചത്തിൽ ചിരിച്ചും സംസാരിച്ചുമാണ് അവൾ വീടിന്റെ ശാന്തത കെടുത്തിയത്. അടുക്കളയുടെ പരിസരത്തേക്ക് പോലും അവൾ എത്തി നോക്കിയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉച്ചയ്ക്ക് പാത്രങ്ങൾ കഴുകി കൈ കഴുകി വന്ന ലക്ഷ്മിയമ്മ കസേരയിലിരുന്ന് ഫോണിൽ മുഴുകിയിരുന്ന പ്രിയയുടെ അരികിലേക്ക് ചെന്നു. മനസ്സിൽ നിറയെ സ്നേഹത്തോടെയും മയത്തോടെയുമാണ് അവർ സംസാരിച്ചത്. മോളെ പ്രിയ, അമ്മ നിനക്കു വേണ്ടി ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ടല്ലോ. നീ ഈ വീട്ടിന്റെ മരുമകളല്ലേ? അമ്മയ്ക്ക് ഇപ്പോൾ വയസ്സായി. ഒരമ്മ എന്ന നിലയിൽ നീ കൂടി ഈ വീട്ടിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണ്ടേ? നീ വല്ലതും അടുക്കളയിൽ പോയി ഉണ്ടാക്കുമോളെ, ഒരു പുതുമയാവല്ലോ. ഒരു വീട്ടമ്മയുടെ ഉത്തരവാദിത്തം നീയും പതിയെ പഠിക്കണ്ടേ? അവർ സ്നേഹത്തോടെ അവളെ തഴുകി. ലക്ഷ്മിയമ്മയുടെ ഈ സ്നേഹപൂർണമായ അഭ്യർത്ഥന കേട്ട് പ്രിയയുടെ മുഖം വലിഞ്ഞു മുറുകി. അവൾ പെട്ടെന്ന് ഫോൺ മാറ്റിവെച്ച് കണ്ണുകളിൽ കടുത്ത ദേഷ്യത്തോടെ അമ്മായിയമ്മയെ നോക്കി. ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന ജോലിയല്ലേ? ഞാനൊരു വലിയ വീട്ടിൽ ജനിച്ചു വളർന്നതാണ്, അല്ലാതെ അടുക്കളയിൽ വേല ചെയ്യാൻ വന്നതല്ല. ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല.
ഇനി പഠിക്കാനും പോകുന്നില്ല. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട പണിയാണ്. അവളുടെ വാക്കുകൾ തീവ്രമായിരുന്നു. ലക്ഷ്മി അമ്മ തകർന്നുപോയി. അവരുടെ ഹൃദയം നുറുങ്ങി. താൻ സ്നേഹത്തോടെ പറഞ്ഞ വാക്കുകൾക്ക് ലഭിച്ച കടുത്ത മറുപടി അവരെ കണ്ണീരിൽ ആഴ്ത്തി. ഒന്നും പറയാതെ അവർ കൺകോണിലെ ഈർപ്പം തുടച്ച് നിശബ്ദമായി അടുക്കളയിലേക്ക് തിരിഞ്ഞു നടന്നു. അവരുടെ നോട്ടത്തിൽ പരാതിയോ പരിഭവമോ ഉണ്ടായിരുന്നില്ല. പകരം എല്ലാം സഹിച്ചൊരമ്മയുടെ നിസ്സഹായത മാത്രമായിരുന്നു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി അർജുൻ വീട്ടിലെത്തി. അവന്റെ വരവിനായി കാത്തിരുന്ന പ്രിയ പെട്ടെന്ന് തന്നെ തന്റെ അഭിനയം തുടങ്ങി. കണ്ണുകൾ തിരുമി കട്ടിലിൽ അവൾ കരയുന്നതുപോലെ കിടന്നു. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. അർജുൻ, നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ അമ്മ എന്നെ ഒരു വേലക്കാരിയായിട്ടാണ് കാണുന്നത്. ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് എന്നെ ദ്രോഹിക്കുന്നു. എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ജോലികൾ ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. എന്റെ ശരീരം എത്രമാത്രം വേദനിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കിവിടെ ഒരു സമാധാനവുമില്ല. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുകയാണവർ. പ്രിയയുടെ കള്ളക്കണ്ണീരും വിശ്വസനീയമായ അഭിനയവും കണ്ടപ്പോൾ അർജുന്റെ ദേഷ്യം വീണ്ടും ആളിക്കത്തി. നഗരത്തിലെ സ്വാർത്ഥമായ ജീവിതശൈലി അവനെ അമ്മയുടെ സ്നേഹത്തിൽ നിന്നും അകറ്റി. അവൻ അമ്മയെക്കുറിച്ച് നല്ലതൊന്നും ചിന്തിച്ചില്ല. പ്രിയയുടെ കള്ളക്കണ്ണീരിന് മുന്നിൽ അർജുന്റെ കാഴ്ച പൂർണ്ണമായും മങ്ങി. അമ്മയാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് എന്നവൻ ഉറച്ചു വിശ്വസിച്ചു. സമാധാനപ്പെട് പ്രിയ, നീ കരയരുത്. ഞാൻ അമ്മയോട് സംസാരിക്കാം. ഞാനിതിനൊരു പരിഹാരമുണ്ടാക്കാം. എന്റെ സന്തോഷം തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അവൻ പ്രിയയെ സമാധാനിപ്പിച്ചു. എന്നാൽ ആ വാക്കുകൾ തന്റെ അമ്മയെ കൂടുതൽ വേദനിപ്പിക്കാൻ പോകുന്നു എന്നവൻ അറിഞ്ഞില്ല. അർജുന്റെ മനസ്സിൽ അമ്മയോടുള്ള വെറുപ്പിന്റെ വിത്തുകൾ പ്രിയ വിജയകരമായി വിതച്ചു കഴിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയതെങ്കിലും പ്രിയയുടെ അഭിനയവും പരാതികൾക്കും കുറവുണ്ടായില്ല. ഓരോ രാത്രിയും അർജുൻ ജോലി കഴിഞ്ഞെത്തുമ്പോൾ അടുക്കളയുടെയോ വീട്ടുജോലിയുടെയോ പേരിൽ പ്രിയ പുതിയൊരു കഥയുമായി അവനെ കാത്തിരിക്കും. നിങ്ങളുടെ മൊബൈൽ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു, നിങ്ങളുടെ പഴയ സാരി ധരിക്കാൻ എന്നെ നിർബന്ധിച്ചു എന്നിങ്ങനെയുള്ള നുണകളുടെ ഒരു കെട്ട് തന്നെ അവൾ അഴിച്ചുവിട്ടു. പ്രിയയുടെ കള്ളക്കണ്ണീരിനും തുടർച്ചയായ വാക്കുകൾക്ക് മുന്നിൽ അർജുന്റെ മനസ്സ് പൂർണ്ണമായും വിഷരിക്തമായി. പ്രിയയുടെ സന്തോഷമാണ് തന്റെ സന്തോഷം എന്നും അമ്മ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു. ഒരു ദിവസം രാത്രി സഹികെട്ട അർജുൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവന്റെ കണ്ണുകളിൽ ദേഷ്യം അഗ്നി പോലെ ആളിക്കത്തി. അമ്മേ, അവന്റെ ശബ്ദം ഉച്ചത്തിലായിരുന്നു. ആ ശബ്ദം ആ വീട്ടിലെ ഭിത്തികളിൽ പ്രതിധ്വനിച്ചു. നിങ്ങൾ മനഃപൂർവ്വം പ്രിയയെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണോ? അവൾ നഗരത്തിൽ വളർന്ന കുട്ടിയാണ്. അവൾക്ക് നിങ്ങളുടെ ഈ പഴഞ്ചൻ രീതികളുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല. അവളുടെ സൗകര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കുന്നില്ല. നിങ്ങൾക്കിത്ര വാശി എന്തിനാണ് അമ്മേ? ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതം തകരാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നുകിൽ നിങ്ങൾ മാറും, അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കും. അർജുന്റെ വാക്കുകൾ ലക്ഷ്മി അമ്മയുടെ ഹൃദയം തുളച്ചു. താൻ ആർക്കുവേണ്ടിയായ ജീവിതം ഹോമിച്ചു. ആ മകനാണ് ഇന്ന് തന്നെ ഒരു വേണ്ടാത്തവളെ പോലെ കണക്കാക്കുന്നത്. തന്റെ മകനിൽ നിന്ന് ഇങ്ങനെയൊരു കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരുമെന്ന് അവരൊരിക്കലും വിചാരിച്ചില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആ കണ്ണുനീർ മുഷിഞ്ഞ കവിളിലൂടെ താഴേക്ക് ഒലിച്ചിറങ്ങി. മോനെ, അവർക്ക് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. നെഞ്ചിൽ കൈവച്ച് അവർ വിതുമ്പി. നിങ്ങൾ വാശി കാണിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അർജുൻ വീണ്ടും ശബ്ദമുയർത്തി. ഒടുവിൽ ലക്ഷ്മിയമ്മ ശാന്തമായി. എന്നാൽ ആഴത്തിൽ മുറിവേറ്റ ശബ്ദത്തോടെ പറഞ്ഞു, മോനെ, ഞാൻ നിന്റെ സന്തോഷം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ നിന്റെ സന്തോഷത്തിനു വേണ്ടിയല്ലാതെ മറ്റൊന്നിനു വേണ്ടിയും വാശി കാണിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെയോ മരുമകളെയോ ബുദ്ധിമുട്ടിക്കില്ല. എന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇനി ഒരു അക്ഷരം മിണ്ടില്ല. ഞാൻ എന്റെ മുറിയിൽ ഒതുങ്ങിക്കൂടാം. അവരുടെ ശബ്ദം ഇടറിയെങ്കിലും വാക്കുകൾ ഉറച്ചതായിരുന്നു. പക്ഷേ മോനെ, എന്റെ ഈ മൗനത്തിനൊരു കാരണമുണ്ട്. ആ സത്യം ഒരു ദിവസം നീ അറിയും. അത് പറഞ്ഞ് അവർ തലകുനിച്ചു. ആ രാത്രി ലക്ഷ്മിയമ്മ മൗനത്തിലൊരു വ്രതം സ്വീകരിച്ചു. മകനോടോ മരുമകളോടോ അവർ പിന്നീട് സംസാരിച്ചില്ല. അവർ തന്റെ മുറിയിലെ ഇരുളിൽ ഒതുങ്ങിക്കൂടി. കണ്ണുനീരും പ്രാർത്ഥനയും മാത്രമായി അവരുടെ ലോകം. അവരുടെ മൗനം ആ വീട്ടിലെ ഒരു നിഴലായി മാറി. അർജുന്റെ ജീവിതം പ്രിയയുടെ നുണകളിൽ കൂടുതൽ കുടുങ്ങാൻ ഈ മൗനം കാരണമായി. അവനാകട്ടെ ഈ മൗനത്തെ അമ്മയുടെ ദേഷ്യമായി കണ്ടു. പ്രിയയിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചു. വീട്ടിൽ മൗനത്തിന്റെ കട്ടിയുള്ള ഒരു മൂടുപടം വീണ സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രിയ ഗർഭിണിയാണെന്ന വാർത്ത എത്തിയത്. ഈ വാർത്ത ലക്ഷ്മിയമ്മയ്ക്കൊരു വലിയ ആശ്വാസമായി. മകന്റെ വിവാഹബന്ധം തകർന്നുപോകില്ലെന്നും ഒരു പേരക്കുട്ടി ഈ വീട്ടിലേക്ക് വരുമ്പോൾ പഴയ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകുമെന്നും ആ അമ്മ ഉറച്ചു വിശ്വസിച്ചു. അവരുടെ മുഖത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു തിളക്കം വന്നു. അവർ മനസ്സുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു. താൻ മൗനവ്രതം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും അവർ പ്രിയയ്ക്ക് ആവശ്യമായ പരിചരണങ്ങൾ നൽകി. ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനും അവർ ശ്രദ്ധിച്ചു. ലക്ഷ്മിയമ്മ ആ പേരക്കുട്ടിക്ക് വേണ്ടി സ്വപ്നങ്ങൾ നെയ്തു തുടങ്ങി. മകന്റെ സന്തോഷം ഇരട്ടിയാകുമെന്ന് അവർ കരുതി. എന്നാൽ പ്രിയയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. ഈ വീട്ടിലെ സ്വത്തുക്കൾ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വന്ന അവൾക്ക് ഒരു കുഞ്ഞിനെയോ ഒരു കുടുംബത്തെയോ ആവശ്യമില്ലായിരുന്നു.
ഈ കുഞ്ഞ് എന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകും. അവൾ മനസ്സിൽ പറഞ്ഞു. ലക്ഷ്മി അമ്മയുടെ സ്നേഹവും പരിചരണവും അവൾക്ക് കൂടുതൽ ദേഷ്യം മാത്രമാണ് നൽകിയത്. ഒരു ദിവസം അർജുൻ ജോലിക്ക് പോയ ശേഷം പ്രിയ തന്റെ ക്രൂരമായ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. മനഃപൂർവ്വം ഭാരം കൂടിയ ഒരു പാത്രം എടുത്തു വെച്ച ശേഷം അവൾ വേദനയെ അഭിനയിച്ച് തറയിൽ കുഴഞ്ഞു വീണു. അവളുടെ നിലവിളി കേട്ട് ലക്ഷ്മിയമ്മ ഓടിച്ചെന്നു. സംഭവം എന്താണെന്ന് മനസ്സിലാകാതെ അവർ അലമുറയിട്ടു. അയൽവാസികളും നാട്ടിലെ വയറ്റാട്ടിയും ഓടിയെത്തി. ഏറെ വൈകാതെ ഗർഭം അലസിപ്പോയതായി വയറ്റാട്ടി സ്ഥിരീകരിച്ചു. ലക്ഷ്മിയമ്മ സ്തംഭിച്ചുപോയി. മൗനവ്രതമെടുത്ത അവർക്ക് ഈ ദുരന്തം എങ്ങനെ സംഭവിച്ചെന്ന് ആരെയും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വൈകുന്നേരം അർജുൻ ക്ഷീണിതനായി വീട്ടിലെത്തിയപ്പോൾ പ്രിയ കട്ടിലിൽ കിടന്ന് നെഞ്ചത്തടിച്ച് കരയുകയായിരുന്നു. അവളുടെ അഭിനയം തികഞ്ഞതായിരുന്നു. അർജുൻ പരിഭ്രമിച്ചുപോയി. എന്റെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ് പോയി അർജുൻ, അവൾ കരഞ്ഞുകൊണ്ട് അലറി. ശേഷം അവൾ തന്റെ ഏറ്റവും വലിയ നുണ പുറത്തെടുത്തു. നിങ്ങളുടെ അമ്മ എന്നോട് പ്രതികാരം ചെയ്തു. അസൂയ കാരണം അവർ എന്നോടുകൊണ്ട് മനഃപൂർവ്വം കഠിനമായ ജോലികൾ ചെയ്യിപ്പിച്ചു. അവർ കാരണം നമ്മുടെ കുഞ്ഞു പോയി. നമ്മുടെ സന്തോഷമില്ലാതാക്കാൻ അവർ ഈ തരംതാണ കളി കളിച്ചു. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ വിശ്വസിക്കരുത്, അവരൊരു ദുരന്തമാണ്. പ്രിയയുടെ വാക്കുകൾ തീവ്രമായിരുന്നു. തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖത്തിൽ അർജുന്റെ മനസ്സ് പൂർണ്ണമായും മങ്ങി. അമ്മയുടെ മൗനത്തെയും പ്രിയയുടെ കള്ളക്കണ്ണുനീരിനെയും അവൻ കൂട്ടിവായിച്ചു. അമ്മ മനഃപൂർവ്വം ചെയ്തതാണെന്ന് അവൻ ഉറപ്പിച്ചു. അവന്റെ കണ്ണുകളിൽ കടുത്ത കോപം മാളിക്കത്തി. അമ്മയോടുള്ള വെറുപ്പ് ഒരു അഗ്നിപർവ്വതം പോലെ പൊറ്റിപ്പുറപ്പെട്ടു. ഈ ദുരന്തത്തിനു കാരണം അമ്മയാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഈ വൈകാരികമായ നിമിഷം മുതലെടുത്ത പ്രിയ അവനെ പ്രേരിപ്പിച്ചു. ഈ വീട്ടിൽ നിങ്ങളുടെ അമ്മയുള്ളിടത്തോളം നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല. അവരെന്നും നമ്മുടെ ദുരന്തമായിരിക്കും. നിങ്ങൾ അമ്മയെ പുറത്താക്കിയേ മതിയാവൂ, അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നും പോകും. അവളുടെ അന്ത്യശാസനം അർജുനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി. അർജുന്റെ ദേഷ്യം അണപുട്ട പുറപ്പെട്ടു. അമ്മയോടുള്ള സ്നേഹത്തിന്റെ എല്ലാ ഓർമ്മകളും ആ നിമിഷം അവനിൽ നിന്നും മാഞ്ഞുപോയിരുന്നു. അവൻ തന്റെ അമ്മയുടെ മുറിയിലേക്ക് പാഞ്ഞെത്തി. കട്ടിലിൽ തലകുനിച്ചിരുന്ന ലക്ഷ്മി അമ്മയുടെ കൈകളിൽ അവൻ യാതൊരു ദൈവവുമില്ലാതെ പിടിച്ചു. നിങ്ങളിപ്പോൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങണം. നിങ്ങളൊരു ശാപമാണ്, അർജുൻ ആക്രോശിച്ചു. അപ്രതീക്ഷിതമായി ഈ ആക്രമണത്തിൽ ലക്ഷ്മി അമ്മ സ്തംഭിച്ചുപോയി. ആ കഠിനമായ വാക്കുകൾ കേട്ട് അവർ കരയാൻ തുടങ്ങി. മോനെ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, ഞാൻ നിനക്കു വേണ്ടി. വാക്കുകൾ പൂർത്തിയാക്കും മുൻപ് പ്രിയയുടെ കൂടെ ചേർന്ന് അർജുൻ ആ വൃദ്ധയായ അമ്മയെ വീടിന്റെ വാതിൽക്കിലേക്ക് വലിച്ചിഴച്ചു. താൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് പണിത, തന്റെ ഏക മകനെ വളർത്തിയ ആ വീടിന്റെ പടിവാതിൽക്കിലൂടെ സ്വന്തം മകന്റെ കൈകളാൽ യാതൊരു ദൈവവുമില്ലാതെ ലക്ഷ്മി അമ്മ പുറത്തേക്ക് തള്ളപ്പെട്ടു. വീട്ടിനു മുന്നിലെ മണ്ണിലും ചളിയിലും അവരുടെ ശരീരം പതിച്ചു. അസഹനീയമായ വേദനയോടെ, കണ്ണുനീരും ചളിയും നിറഞ്ഞ മുഖത്തോടെ അവർ മകന്റെ നേർക്ക് കൈകൂപ്പി. അവരുടെ ശബ്ദം ദുഃഖഭാരത്താൽ ഇടറിയെങ്കിലും, മോനെ, നീ എന്നെ പുറത്താക്കരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഞാൻ എവിടെ പോകും? ഇതെന്റെ വീടല്ലേ? തകർന്ന ഹൃദയത്തോടെ ആ അമ്മ കേണപേക്ഷിച്ചു. എന്നാൽ അർജുന്റെ കാതുകൾക്ക് അപ്പോൾ അമ്മയുടെ നിലവിളി ഒരു ശല്യം മാത്രമായിരുന്നു. അവന്റെ കണ്ണുകൾക്ക് മുന്നിൽ പ്രിയയുടെ കള്ളക്കണ്ണുനീരും കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖവും മാത്രം. അവനൊരു മറുപടി പോലും പറയാതെ പ്രിയയോട് ചേർന്ന് വീട്ടിലെ വാതിൽ വലിച്ചടച്ചു. അടഞ്ഞ വാതിലിനകത്ത് പ്രിയയുടെ വിജയകരമായ ചിരിയും ആശ്വാസത്തിന്റെ സംസാരങ്ങളും മുഴങ്ങി. എന്നാൽ പുറത്ത് മഴ പെയ്യുന്നതുപോലെ തകർന്ന ഹൃദയമുള്ള ഒരമ്മയുടെ വിങ്ങുന്ന നിലവിളി മാത്രം അവശേഷിച്ചു. ഈ ശബ്ദം കേട്ട് ഗ്രാമവാസികൾ ഓടിയെത്തി. ലക്ഷ്മി അമ്മയുടെ ദുരവസ്ഥ കണ്ടപ്പോൾ അവർക്ക് സങ്കടവും ദേഷ്യവും വന്നു. ഗ്രാമത്തിലെ സ്ത്രീകൾ അവരെ താങ്ങിയെടുത്തു ചളി തുടച്ചുമാറ്റി. ഇത്രയും കാലം മകനുവേണ്ടി ജീവിച്ച ആ അമ്മയ്ക്ക് നാട്ടുകാർ ചേർന്ന് തൊട്ടടുത്ത വീട്ടിൽ അഭയം നൽകി. ഒരു വാക്കുപോലും മകനോട് പറയാതെ ആ അമ്മയുടെ ഹൃദയം മൗനമായി രക്തം വാർന്ന് കണ്ണീരോടെ ആ വീട്ടിൽ അഭയം തേടി. അർജുന്റെ ഈ ക്രൂരത തേൻകുറിശി ഗ്രാമത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദുരന്തമായി മാറി. സ്വന്തം അമ്മയെ പുറത്താക്കിയ ശേഷം അർജുനും പ്രിയയും സന്തോഷത്തിന്റെ കൊടിമുടിയിലായിരുന്നു. പ്രിയയുടെ ചിരി ആ വീട്ടിൽ അലയൊടിച്ചു. അർജുന്റെ ലോകം അവളിലേക്ക് മാത്രം ചുരുങ്ങി. അമ്മയെക്കുറിച്ച് അവൻ ചിന്തിക്കാൻ ശ്രമിച്ചില്ല. ആ ചിന്തകളെ അവൻ പ്രിയയുടെ സാമീപ്യം കൊണ്ട് മറികടന്നു. കുറച്ചു ദിവസത്തേക്ക് അവൻ പൂർണ്ണമായും പ്രിയയുടെ പിടിയിലായിരുന്നു. അമ്മയെ പുറത്താക്കിയതിന്റെ കുറ്റബോധം പ്രിയയുടെ കള്ളസ്നേഹത്തിന് മുന്നിൽ അവൻ അപ്രധാനമായി തോന്നി. എന്നാൽ ആ വീട്ടിലെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. കർമ്മഫലം അർജുനെ തേടിയെത്തി. അമ്മയെ പുറത്താക്കി അധികം ദിവസങ്ങൾ കഴിയും മുൻപ് നഗരത്തിലേക്കുള്ള ഒരു യാത്രയിൽ അർജുൻ ഒരു ഭീകരമായ അപകടത്തിൽപ്പെട്ടു. വാർത്ത കേട്ട് പ്രിയയും നാട്ടുകാരും ഓടിയെത്തി. ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർമാർ വിധി പറഞ്ഞു. അർജുന്റെ അരയ്ക്ക് താഴെ ചലനമില്ല. അവൻ എന്നേക്കുമായി ഒരു വികലാംഗനായി കട്ടിലിൽ ഒതുങ്ങേണ്ടി വരും. മറ്റൊരാളുടെ സഹായമില്ലാതെ അവനൊരു ചുവടുപോലും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല. ഈ വാർത്ത പ്രിയയെ ഒട്ടും ബാധിച്ചില്ല. അവളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. പകരം നിസ്സംഗത നിറഞ്ഞു. അർജുന്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ അവനോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ അവസാന കണിക പോലും അവളിൽ നിന്നും ഇല്ലാതായി.
അവൾക്ക് വേണ്ടിയത് ആരോഗ്യവാനായ ഒരു ഭർത്താവിനെയും സ്വതന്ത്രമായ ജീവിതവുമായിരുന്നു. ഈ മുടന്തനോടൊപ്പം ഞാൻ ജീവിതം ജീവിച്ചു തീർക്കേണ്ടി വരുന്നോ എന്ന ചിന്ത അവളെ ഭയപ്പെടുത്തി. ഈ മുടന്തനോടൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അവൾ തന്നോട് തന്നെ ഉറപ്പിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. പ്രിയ അർജുനെ പരിചരിക്കുന്നതിൽ താല്പര്യമില്ലാത്തവളായി മാറി. ഒരു ദിവസം രാവിലെ കടുത്ത വേദന കാരണം അർജുൻ കട്ടിലിൽ കിടന്ന് ഞെരങ്ങുമ്പോൾ അവൻ ഉണർന്നു കണ്ടത് യാത്രയ്ക്കായി ബാഗുകൾ തയ്യാറാക്കുന്ന പ്രിയയെയാണ്. പ്രിയ, എവിടേക്കാണ് ഈ പോകുന്നത്? അർജുൻ കഷ്ടപ്പെട്ട് ചോദിച്ചു. പ്രിയ തിരിഞ്ഞു നിന്നു. യാതൊരു ദൈവവുമില്ലാത്ത ഭാവത്തോടെ വിവാഹമോചന കടലാസുകളും കുറച്ച് നിയമപരമായ രേഖകളും മേശപ്പുറത്ത് വെച്ചു. അവളുടെ ശബ്ദം കടുപ്പമുള്ളതായിരുന്നു. ഞാൻ നിങ്ങളെ വിട്ടു പോവുകയാണ്. എനിക്ക് നിങ്ങളെപ്പോലുള്ള ഒരു മുടന്തനോടൊപ്പം ജീവിതം തീർക്കാൻ കഴിയില്ല. ദയവായി ഈ കടലാസുകളിൽ ഒപ്പിടുക. അർജുനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇടുത്തിയോഹല വരുമാൻ പോലെ അധികമായിരുന്നു. അർജുൻ ഞെട്ടിപ്പോയി. വേദനയേക്കാൾ വലിയ ആഘാതമായിരുന്നു ആ വാക്കുകൾ. പ്രിയ, നീ എന്നെ ഉപേക്ഷിച്ചു പോവുകയാണോ? അവൾ ഒരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു. പിന്നെ നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം ഇനി എന്റെ പേരിലാണ്. അതിനുവേണ്ടിയാണ് ഞാനിവിടെ വന്നത്. നിങ്ങളുടെ അമ്മയെ പുറത്താക്കാൻ എന്നെ സഹായിച്ചത് നിങ്ങളുടെ സ്വത്തുക്കൾ എളുപ്പത്തിൽ കൈക്കലാക്കാൻ വേണ്ടിയായിരുന്നു. നിങ്ങളുടെ അമ്മ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ കണ്ടത് എന്റെ കള്ളക്കണ്ണീരായിരുന്നു. ആ വാക്കുകൾ അർജുനെ പൂർണ്ണമായും തകർത്തു. കട്ടിലിൽ കിടന്നുകൊണ്ട് അവൻ നെഞ്ചത്തടിച്ചു കരഞ്ഞു. താൻ ആർക്കുവേണ്ടി തന്റെ അമ്മയെ പുറത്താക്കിയോ ആ സ്ത്രീ തന്നെ ചതിച്ചു ഉപേക്ഷിച്ചിരിക്കുന്നു. പ്രിയ ബാഗെടുത്ത് തിരിഞ്ഞു പോകുമ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ധാരയായി ഒഴുകി. അമ്മേ, ആ ഒറ്റ വാക്കുമാത്രം അവന്റെ ചുണ്ടിൽ നിന്ന് പുറത്തുവന്നു. താൻ അമ്മയോട് ചെയ്ത ക്രൂരതയുടെ ഫലമാണ് ഈ ദുരന്തം എന്നവൻ തിരിച്ചറിഞ്ഞു. അവന്റെ ശരീരം വേദനിച്ചില്ല, പക്ഷേ അവന്റെ ആത്മാവ് പിടഞ്ഞു. കട്ടിലിൽ ഒറ്റപ്പെട്ടു കിടന്ന അർജുന് ആരെയും കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല. പ്രിയ ഉപേക്ഷിച്ചു പോയതോടെ അവൻ പൂർണ്ണമായും തകർന്നു. കടുത്ത ശാരീരിക വേദനയേക്കാൾ വലുതായിരുന്നു മാനസികമായ വേദന. തന്റെ എല്ലാ ദുരന്തങ്ങൾക്കും കാരണം സ്വന്തം അമ്മയെ പുറത്താക്കിയ ക്രൂരതയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആഡംബരം നൽകിയ മോഹം അവനെ എവിടെ എത്തിച്ചുവെന്ന് അവൻ മനസ്സിലാക്കി. ദിവസങ്ങളോളം ആഹാരം കഴിക്കാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവന്റെ മനസ്സിൽ ഒരു മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലക്ഷ്മിയമ്മയുടെ സ്നേഹം നിറഞ്ഞ, എന്നാൽ വേദനയോടെ അടച്ചുപോയ വാതിൽക്കൽ കണ്ട മുഖം. അവൻ വേദനയോടെ ആക്രോശിച്ചു. അമ്മേ, എന്നോട് ക്ഷമിക്ക്. ഒരു തവണ കൂടി എന്നെ വിളിക്ക്. ആഹാരം കഴിക്കാൻ നിർബന്ധിക്ക്. ഈ അവസ്ഥയിൽ അവനെ ശുശ്രൂഷിക്കാൻ ആരുമില്ലായിരുന്നു. ചില അയൽക്കാർ വന്ന് അവന് ഭക്ഷണം നൽകി മടങ്ങിപ്പോകും. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രിയങ്കരനായ പ്രായം ചെന്ന കാരണവർ അർജുന്റെ വീട്ടിലെത്തി. അർജുന്റെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സങ്കടം വന്നു. അദ്ദേഹം അർജുന്റെ അരികിലിരുന്നു. മോനെ അർജുൻ, കാരണവരുടെ ശബ്ദമിടറി. അർജുൻ കഷ്ടപ്പെട്ട് അദ്ദേഹത്തെ നോക്കി. എന്താണ് മോനെ, നിന്റെ അമ്മ ലക്ഷ്മിയമ്മ നമ്മെ വിട്ടുപോയി. ഈ വാർത്ത കേട്ടതും അർജുന്റെ ശരീരം നിശ്ചലമായി. വേദനയേക്കാൾ കടുപ്പേറിയ ആഘാതം അവനെ തളർത്തിക്കളഞ്ഞു. താൻ സ്നേഹിക്കുന്ന ഒരേയൊരാളും തന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു, പക്ഷേ ശബ്ദം പുറത്തേക്കു വന്നില്ല. കാരണവർ തുടർന്നു. അവസാനമായി ലക്ഷ്മിയമ്മയ്ക്ക് ഒരു അപേക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ മരണക്കിടക്കയിൽ വെച്ച് പറഞ്ഞു, താൻ മകന് മാപ്പ് നൽകിയിരിക്കുന്നുവെന്നും ആ മാപ്പ് അവനോട് പറയണമെന്നും. അമ്മയുടെ മാപ്പ് കേട്ടതും അർജുന്റെ നിയന്ത്രണം വിട്ടു. വേദനയും ദുഃഖവും കുറ്റബോധവും ഒരുമിച്ച് അവനെ ആക്രമിച്ചു. അവൻ വിങ്ങിപ്പൊട്ടി നിയന്ത്രണം വിട്ടു കരഞ്ഞു. താൻ കാരണം കഷ്ടപ്പെട്ടു മരിച്ച അമ്മ തനിക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. അവന്റെ ഹൃദയം വേദന കൊണ്ട് തകർന്നുപോയി. എന്റെ അമ്മേ, എന്റെ അമ്മേ, അവൻ ഉച്ചത്തിൽ കരഞ്ഞു. ആ മാപ്പ് അവനെ ആശ്വസിപ്പിച്ചില്ല, മറിച്ച് അവന്റെ കുറ്റബോധത്തെ ഇരട്ടിയാക്കുകയാണ് ചെയ്തത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്രൂരത ചെയ്തവനു മുന്നിൽ അമ്മ സ്വർഗം തുറന്നു തന്നിരിക്കുന്നു. ആ സ്നേഹത്തിന്റെ ആഴം അവന് പൂർണ്ണമായും ബോധ്യമായി. ലക്ഷ്മിയമ്മയുടെ മരണം അർജുനെ മാനസികമായി തളർത്തി. അമ്മയുടെ മാപ്പ് അവന് ജീവിതത്തിൽ ഒരു അവസരം നൽകി, പക്ഷെ ആ വേദന അവനെ തിന്നൊടുക്കി. കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങാൻ കഴിയാതെ അവൻ അമ്മയുടെ സ്മൃതി മണ്ഡപത്തിൽ പോകാൻ കൊതിച്ചു. നാട്ടുകാർ അവനെ താങ്ങിയെടുത്ത് അവിടെ വരെ എത്തിച്ചു. അമ്മയുടെ സ്മൃതി മണ്ഡപത്തിൽ കിടന്ന് അർജുൻ ദിവസവും കരഞ്ഞു. അമ്മേ, എന്നോട് ക്ഷമിക്ക്. ഞാൻ ചെയ്തത് എത്രയോ വലിയ തെറ്റാണ്. ഒരു തവണ കൂടി തിരിച്ചു വരൂ. എന്റെ കൈകളിൽ പിടിച്ച് എന്നെ വഴക്കു പറയൂ. അവന്റെ നിലവിളി ആ ഗ്രാമത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി. അമ്മയുടെ ഓർമ്മകളും താൻ ചെയ്ത ക്രൂരതയുടെ ഫലമായി വന്ന ദുരിതങ്ങളും അവനെ വേട്ടയാടി. പൂർണ്ണമായും തകർന്നുപോയ അർജുനെ കുറച്ചുനാൾ കൂടി തേൻകുരിശി ഗ്രാമത്തിലെ ജനങ്ങൾ കണ്ടു. അവൻ ആരോടും സംസാരിച്ചില്ല. അവന്റെ കണ്ണുകളിൽ പഴയ തിളക്കമുണ്ടായിരുന്നില്ല.
അവൻ ഒരു നിഴൽ പോലെയായി. എന്നാൽ ഒരു ദിവസം പതിവ് പോലെ അവനെ കാണാനെത്തിയ നാട്ടുകാർ കണ്ടത് ശൂന്യമായ വീടാണ്. അർജുൻ ആ ഗ്രാമത്തിൽ നിന്നും അപ്രത്യക്ഷനായി. ആരും അവനെ പിന്നീട് കണ്ടില്ല. പിന്നീട് ആർക്കും അവനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. അവൻ എവിടേക്കാണ് പോയതെന്നോ എന്ത് സംഭവിച്ചുവെന്നോ ആർക്കും അറിയില്ല. ഒരുപക്ഷെ അമ്മയോട് ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ അവൻ യാത്ര പോയതാവാം. അല്ലെങ്കിൽ അവന്റെ ശരീരം ആ ദുഃഖഭാരം താങ്ങാനാവാതെ എവിടെയെങ്കിലും അവസാനിച്ചതാകാം. മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ എന്തു സംഭവിക്കുമെന്നതിന്റെ ഒരു ദുഃഖകരമായ പാഠമായി അർജുന്റെ കഥ തേൻകുരിശി ഗ്രാമത്തിൽ തലമുറകളോളം നിലനിന്നു. മാതൃദേവോഭവ എന്ന സത്യം ഈ കഥ എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. സ്നേഹവും ത്യാഗവും തിരിച്ചറിയാതെ സ്വാർത്ഥതയ്ക്കുവേണ്ടി ജീവിച്ചാൽ ദുരന്തം നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും.